ടു ജുനു ഫാമിലി. ഞങ്ങൾ ചെന്നൈയിൽ പോവാണ്. ചെന്നൈന്ന് വെച്ചാൽ ആരെടുത്താ പോന്നേ? മദ്രാസ്. മദ്രാസിൽ എവിടെയാ പോന്നേ? മദ്രാസിലത്തെ നമ്മളെ മൂത്തമ്മാന്റെ പൊരുക്ക് പോന്നാണ്. നമ്മള് ഭയങ്കര സന്തോഷത്തിലല്ലേ അല്ലേ? ട്രെയിന് വന്ന് ഗെയ്സ്, ഇതാ ഞങ്ങൾ ട്രെയിന് കാത്തു നിന്ന് ട്രെയിന് വരിക. ഞങ്ങൾ രാത്രി 12:30 ശേഷമാണ് ട്രെയിൻ അല്ലേ? 12:30 ശേഷമുള്ള 2 മണിന്റെ ട്രെയിനാണ് പോകുന്നത്. എന്നിട്ട് അടിപൊളിയായിരുന്നു. നല്ല നമ്മൾ AC കമ്പാർട്ട്മെന്റിലാണ് പോയത്. സെക്കൻഡ് AC-ല് നമ്മൾ AC-ല് പോയ AC-ലോ? ഇത് ഞങ്ങൾ രാവിലെ ഫുഡ് കഴിക്കുന്നതാണ്. നമ്മൾ ഇഡ്ഡലിയാണ് കഴിച്ചത്. രാവിലെ നമ്മൾ പോയപാടന്നെ നേരം വെളുത്തിട്ടില്ലേ? ഇത് നോക്കി എന്ത് രസമാണ് കാണാൻ. എനിക്കങ്ങനെ ട്രെയിനിൽ കുറേ എടുക്കാൻ പറ്റിയിട്ടില്ല. പാതിരൊക്കെ ആയതുകൊണ്ട് ഫുൾ ഇരുട്ടായിരുന്നു. ഞാൻ നേരം വെളുത്തപ്പാണ് എടുത്തത്. ഇത് കണ്ട മുഖയിൽ എന്തോ പോലെ ഉണ്ട്. ട്രെയിനിൽ ഇങ്ങനെ ഇരുന്നല്ലേ, എത്താനായിട്ടൊന്നുമില്ലേ. രാവിലെ ഒന്നല്ല എത്തിയത്. ഞങ്ങൾ വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് അവിടെ എത്തിയത്. നമ്മൾ ട്രെയിനിൽ 4 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് 4 മണിക്കൊന്നും എത്തിയിട്ടില്ല. 5-6 മണിയായിട്ടുണ്ട്. ഞങ്ങൾ അവിടെ മൂത്തമ്മാൻ്റെ വീട്ടിലെത്തുമ്പം തന്നെ രാത്രി ആയിട്ടുണ്ട് അല്ലേ? അവിടെ ഫുഡൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. മൂത്തമ്മാൻ്റെ അടുത്ത് ട്രെയിനിലുള്ള ഇവർക്ക് ട്രെയിനിലുള്ള ഫുഡൊന്നും ഇഷ്ടമായിട്ടില്ല. നമ്മൾ കൊണ്ടുപോയ ഫുഡും കഴിച്ചിട്ട്, ബിരിയാണിയല്ലേ കൊണ്ടുപോയേ? കഴിച്ചിട്ടില്ലേ? അത് കഴിച്ചിട്ട് പിന്നെ കുറേ സ്നാക്സ് എല്ലാം കഴിച്ചിട്ടില്ലേ? പക്ഷെ ഫുഡ് മാത്രം കഴിച്ചു. കുറേ സ്നാക്സും എല്ലാം കൊണ്ടുപോയി. ഓന് സ്നാക്സ് തന്നെ ഫുള്ളും കഴിച്ചു. എനിക്കന്ന് രാത്രി ഫുൾ തലവേദന ആയിരുന്നേ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന തലവേദന. അപ്പം ഞങ്ങൾ എത്തി വൈകുന്നേരം 5:30 ശേഷം 6 മണിക്ക് ശേഷം അവിടെ എത്തി മൂത്തമ്മനെ കാത്തിക്കാണ്. മൂത്തമ്മക്ക് ബ്ലോക്ക് ആയതുകൊണ്ട് മൂത്തമ്മ വരാൻ ലേറ്റായി കൂട്ടാൻ. മൂത്തമ്മ വരുന്ന കാണേണ്ട തന്നെ ഒരു വണ്ടിയുണ്ട്. നമുക്ക് ഇവിടുന്ന് നടന്നു പോകേണ്ടൊന്നും വന്നിട്ടില്ല. നമ്മളെ കൂട്ടാനൊരു വണ്ടി ആയിട്ടാണ് വന്നത്. ഉള്ളിലേക്ക് കയറുന്ന വണ്ടിയുണ്ട്. ചെറിയ എന്താ കാറ് അല്ലേ? ചെറിയ കാറ് അതാ വന്ന് ഈ വണ്ടിയിലാണ് ഞങ്ങൾ മൂത്തമ്മ വന്നത് ഞങ്ങളെ കൂട്ടാൻ. ഇത് റോഡ് അവിടെ സ്റ്റേഷൻ്റെ പുറത്ത് വരെ ഇത് വരും. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ നമ്മളെ കാറിൽ നമ്മൾ മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇത് അടിപൊളി വണ്ടിയാണ്. അതായത് അല്ലെങ്കിൽ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നടക്കേണ്ട വരില്ല. ഉമ്മാക്ക് നടക്കാൻ ഭയങ്കര പ്രയാസമായതുകൊണ്ട് മൂത്തമ്മ ആ വണ്ടിയും പിടിച്ചിട്ടാണ് വന്നത്. അതിലെല്ലാ ലഗേജും വെച്ച് ഞങ്ങളെല്ലാവരും അതിലിരുന്നിട്ടാണ് സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് പോകുന്നത്. നമ്മളെ കൂട്ടാൻ വന്നത് മൂത്തമ്മയും അവിടെയുള്ള മുത്തുമാണ് ഞങ്ങളെ കൂട്ടാൻ വന്നത്. ഇതാ ഉമ്മ മുമ്പിൽ തന്നെ ഇരുന്നിട്ടുണ്ട് വണ്ടിൻ്റെ. നല്ല രസമുണ്ട്. നല്ല ദൂരം ഉണ്ട് അവിടെ സ്റ്റേഷന് മുമ്പിലേക്ക് എത്താൻ. മദ്രാസ് നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മദ്രാസ്. മാളിൽ പോയിട്ട് അത് പറയാം, അത് എത്തുന്നുണ്ട്. മാളെല്ലാം ബിഗ് ബസ്. ഇതാ വണ്ടിയിൽ ഞങ്ങളിങ്ങനെ പോകുന്നതാണ്. ഫഹദിനെ നോക്കിയാട്ടെ, നെജാദുണ്ട്. മുടിയെല്ലാം കുറഞ്ഞ് ഉറക്കം കെട്ടി ചട്ടായത്. ഫുൾ ടൈം ബോറടിയായിരുന്നു. നമ്മളെ വീട്ടിൽ ആയിഷാദുണ്ട്, ബെസ്റ്റ് ഫ്രണ്ടാ. കളിക്കാണ്ട് ബോറടിച്ച്. ആയിഷ ഇല്ലാത്തോണ്ട് അവനക്ക് ബോറടിച്ച് ട്രെയിനിൽ എന്നാ പറയുന്നത്. പറഞ്ഞു. അങ്ങനെ ഞങ്ങള് റെയിൽവേ സ്റ്റേഷന് മുമ്പിലെത്തി. അപ്പോൾ അവിടെ അങ്ങനെ വണ്ടിയെല്ലാം എടുത്ത് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടെല്ലാം വരാൻ ഭയങ്കര റഷാണ്. അവിടെ തിരക്കുമാണ്. കുറേ ബുദ്ധിമുട്ടിന് നമ്മളെ കാറ് നമ്മളെ അടുത്തേക്ക് വരാൻ. നമുക്ക് 2 മദ്രാസ് ഉണ്ട്. ഒന്ന് തലശ്ശേരിത്തെ മദ്രാസ്, ഒന്ന് അത് മൂത്തമ്മാൻ്റെ 2 വീടുണ്ട് പറയുന്നത്. ഒന്ന് മദ്രാസിലുള്ള വീടും ഈ മാഹിയിലുണ്ട് അവർക്ക് വീട്. അതിനെ മദ്രാസ് എന്നാ വിളിക്കുക. ഇത് മദ്രാസിലെ ചെന്നൈ മെയിൻ സെൻ്ററാണ്. ചെന്നൈയിലെ നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെ വണ്ടിയും കാത്തിരിക്കുകയാണ്. നമ്മളെ കാറ് അങ്ങനെ വളച്ച് ഉമ്മാക്ക് അങ്ങോട്ട് നടക്കാനും കഴിയില്ലല്ലോ. ഉമ്മാനെ കൂട്ടണ കാറും കൊണ്ട് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ തന്നെ എത്തണം. എന്നാലേ ഉമ്മാക്ക് നടക്കാൻ പറ്റുമോ, കാറിൽ കയറാൻ പറ്റുള്ളൂ. അവിടാന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ സഡൻ തന്നെ അവിടെ വെള്ളപ്പൊക്കം വരുമല്ലോ. അതിന് അവരെന്താക്കും, അവിടെയുള്ള കുറേ ആൾക്കാർ അപ്പം മുനിസിപ്പാലിറ്റിൻ്റെ ആൾക്കാർ എത്തുകയും ആ വെള്ളത്തിന് ഇങ്ങനെ നീക്കും. ആ മഴ പെയ്യുമ്പോൾ വെള്ളത്തിന് മൂവ് ചെയ്യിക്കും അവർ, അല്ലെങ്കിൽ അവിടെ വെള്ളം കെട്ടി നിൽക്കും.
അവിടെ മഴ പെയ്താൽ വെള്ളപ്പൊക്കം വരും. അതുകൊണ്ട് അവർക്ക് വെള്ളത്തെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നീക്കിയിട്ട് വിടുന്ന കാണാം. നമ്മൾ മാത്രമാണ് അവിടെ പെടുത്തിട്ട്. അങ്ങനെ പറയല്ലേടാ. അങ്ങനെ നമ്മൾ വണ്ടി കാത്തിക്കാണ്, കാറിനെ കാത്തിക്കാണ്. ഇത്ര നേരമായി കാറിന്റെ വരാത്ത കാറ് അതാ വരുന്നുണ്ട്. ഇതല്ല കേട്ടോ, അതല്ല അല്ല ചോപ്പ വന്നേ. യെസ്, ഞാനിത് ഫുള്ള് ഇടുന്നില്ല, ഒന്നും കട്ടാക്കുന്നില്ല, കാരണം ഇതെല്ലാം ഒരു ഓർമ്മയാണ്. ആ ഇന്നോവയില് ആ കാർ തട്ടി ചെറിയ പ്രശ്നമായി അവിടെ നിന്നല്ലേ ആ സമയത്ത്. നമ്മളെ ആ ഇന്നോവ കാറ് വരുമ്പോ ഇപ്പം കണ്ട കാറുമായിട്ട് തട്ടിയിട്ട് ചെറിയൊരു പ്രശ്നമായിന്. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഇതാണ് ചെന്നൈ നഗരം. ചെന്നൈ നഗരമാണ്, അടിപൊളി നഗരമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ചെന്നൈ. എനിക്ക് എന്തോ രസം അവിടെ പോയി കഴിഞ്ഞാൽ എന്തോ ഒരു ഫീലാണ്. ഇങ്ങനെ നോക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം കാണുമ്പോൾ എന്തോ ഒരു ഫീൽ. എനിക്കിഷ്ടം അവരെ കാണാൻ. ആ മുല്ലപ്പെല്ലാം വെച്ചിട്ട് അവിടെ ആ നാട്ടിലെ ആൾക്കാർ എന്ത് രസമാണ് കാണാമെന്നറിയാം. അവരിങ്ങനെ ഞാനിങ്ങനെ നോക്കിക്കേ. ഞാൻ ഈ കാര്യങ്ങളൊന്നുമല്ല നോക്കുന്നത്, നമ്മളെ വണ്ടിൻ്റെ ഒന്നുമില്ല. ഞാനിങ്ങനെ അവിടെയുള്ള ആൾക്കാർ എങ്ങനെ എന്താ ആക്കുന്നത് ആ മാതം നോക്കി ഇങ്ങനെ നിന്ന്. വായി നോക്കാൻ അറിയാം ഗൈസ്, വായി നോക്കിയല്ല, വായി നോക്കാൻ അറിയാം. പിന്നെ ഇതെന്തേ വണ്ടി വരാത്തത്ര നേരം? നമ്മള് അങ്ങനെ നമ്മള് വണ്ടിയിലാണുള്ളത്, ട്രാവലിംഗ് ആണ്. ഇത് ജയലളിതന്റെ, അത് ജയലളിതന്റെ സ്ഥലം. അത് അവിടെയാ ജയലളിതന. ജയലളിത അടുത്തൊരു ഓറ ജയലളിത മരിച്ചു പോയിട്ട് അവിടെ ഓറ മറവ് ചെയ്തിട്ടുള്ളത് ആ സ്ഥലം. അത് മറീന ബീച്ച്. അവിടെ എല്ലാവരും കാണാനല്ലോ വരും. അങ്ങനെ ഞങ്ങൾ മുത്തമ്മന്റെ വീട്ടിലേക്ക് പോകാണ്. ഇപ്പത്തും വെയിറ്റ്. ഇപ്പത്തും അങ്ങനെ ഞങ്ങൾ മുത്തമ്മന്റെ വീട്ടിലേക്ക് റെഡി. 1 2 3 പോയി. എനിക്ക് ആ കയറുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല, എന്നോട് മറന്നുപോയി. ആ കയറുന്ന പാക്കേജ് എല്ലാം അകത്തേക്ക് വെക്കണ്ടേ. ഇതില് അങ്ങനെ എത്തിയിട്ട് കാലും നീട്ടി ഇങ്ങനെ ഇരുന്ന് ഫിദ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ്, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ്. ഫിദ ഓരോ റൂമെല്ലാം അവിടെയുള്ള റൂമെല്ലാം ഇങ്ങനെ കാണിക്കുന്നതാണ്. ഇത് നമ്മളെ നാശുവിന്റെ റൂമാണ്, അടിപൊളി റൂമാണ് നാശുവിന്റെ. പക്ഷെ കിടക്കില്ല ബെഡ്. ഓള അതിനൊന്നല്ല, അത് വെറുതെ അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇത് മേലയിലാണ്. ഇതാണ് നമ്മുടെ നാശു. അവള് പിറ്റേന്ന് അവള് കോളേജിൽ പോകുമ്പോൾ ഞാൻ അവളെ വീഡിയോ എടുത്തതാണ്. അവൾ ഒറ്റയ്ക്ക് കാറ് ഡ്രൈവ് ചെയ്തിട്ടാണ് കോളേജിൽ പോവാൻ. ലൈസൻസ് എല്ലാം ഉണ്ട്. അവള് അഡ്വക്കേറ്റിന് പഠിക്കുകയാണ്. അവൾ ഒറ്റയ്ക്ക് തന്നെ കാറെടുത്ത്, ഓട്ടോമാറ്റിക് കാറാണ്, കാറെടുത്തിട്ട് കോളേജിൽ പോവാണ്.
ഈ റൂമിലാണ് നമ്മൾ കിടന്നത്. നമ്മളെ സാധനങ്ങളെല്ലാം ഉണ്ട്. നമ്മളതെന്തോ എല്ലാം ഒരുക്കി വെക്കുന്ന എല്ലാം ഓരോ സ്ഥലത്താക്കിയിട്ട് എടുത്ത് വെക്കണം. ആ ഒരു ഉപ്പാൻ്റെ കാല അത്. ഈ റൂമിലാണ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തത്. ഉമ്മയെല്ലാം താഴത്തുറങ്ങി. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും ഈ റൂമിലാണ് കിടന്നത്. ഇതെല്ലാം ഒരു ഓർമ്മയാണ്, അടിപൊളി ഓർമ്മയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഫാവു എൻ്റെ ഉപ്പയും നജാദും കൂടിയിട്ട് ജുമ നിസ്കരിക്കാൻ പോകുന്നതാണ്. ആ വീഡിയോ ആണിത്. ഫാവു ഉപ്പയും നജാദും ജുമാക്ക് പോകുന്നതാണ്. ഇതെവിടെ പോയത്? ഇതേതാ സ്ഥലം? ഇതേതാ? നീ പള്ളിയിൽ പോയത്? നമ്മള് ഈ സ്ഥലത്ത് കൊറേ ദിവസമായി പോയിട്ട് ഇപ്പാണ് വീഡിയോ ഇടുന്നത്. ഉമ്മ എടുത്തു വെച്ചതാ. ഉമ്മ എടുത്തു വെച്ചല്ലേ? പക്ഷെ നേരെ കിട്ടിയിട്ടില്ലേ എഡിറ്റ് ചെയ്യാന്. ഭയങ്കര മടി പിടിച്ചു. ഓരോരോ വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ ഞാൻ ഇടുന്നത്. ഇത് അവര് ജുമാക്ക് പോകുന്നതാണ്. ബാങ്ക് കൊടുക്കാൻ സമയം താമസിക്കുന്നോണ്ട് അവരവിടുന്ന് കറങ്ങാൻ പോയി. ചോക്ലേറ്റ് ആരാ വാങ്ങിച്ചതേ? ഇതിപ്പോ നല്ല സ്പെഷ്യലൈസ്ഡ് ഡ്രൈവർ അല്ലേ ഈ നാട്ടിലത്തെ എല്ലാ കാറും എടുത്തിട്ട്. അന്ന് വെള്ളിയാഴ്ച അങ്ങനെ അതിനുശേഷം ഞങ്ങള് സൗജൂത്താൻ്റെ വീട്ടിൽ പോയി. പിന്നെ ഞങ്ങള് ഇവർക്ക് സാധിക്ക് നമ്മളെ ഉമ്മാൻ്റെ ആങ്ങളുടെ മോനുണ്ട്, ഫാമിലി, ഉമ്മയും മക്കളെല്ലാം ഫാമിലി ഉണ്ട്. അവിടെ പോകുന്ന വീഡിയോ ആണ്. അവിടെ പോയതാണ്. ഞാനിങ്ങനെ ഓരോ ക്ലിപ്പായിട്ട് ഇട്ടതല്ലേ. ഇത് ഞങ്ങൾ സാദിക്കിൻ്റെ റൂമിൽ ഇങ്ങനെ ഇരുന്ന് പായസം കുടിക്കുകയാണ്. ഞങ്ങൾക്ക് സാദിക്കിൻ്റെ വീട്ടിൽ, പൂക്കാക്കാൻ്റെ വീട്ടിൽ അടിപൊളി ഫുഡ് എന്തെല്ലാം ഉണ്ട്. നമ്മളെ കബാബ്, കൊഞ്ചൻ്റെ ബിരിയാണി എല്ലാം ഉണ്ട്. മന്തിച്ചോറ്, അങ്ങനത്തെ പലതരം വിഭവങ്ങൾ തന്ന അടിച്ചു പൊളിയായിരുന്നു. നല്ല പായസം, പുഡിങ് എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ മേലയിലെ ടെറസിൽ നിന്ന് ഊഞ്ഞാലാടുന്നതാണ്. ഫാവു, നജാദ്, ഫിദ അത് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഞങ്ങൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. രാത്രി അതിന് പോകുമ്പോൾ വീട്ടിലെത്തിയതിനു ശേഷം സാദിഖാൻ്റെ മോൻ്റെ കൂടെ നജാദ് വീഡിയോ ഗെയിം കളിക്കുകയാണ്. ഇതാണ് മദ്രാസിലെ മൂത്തമാൻ്റെ വീട്ടിലെ താഴത്തെ ഹാള്. നല്ല വലിയ ഹാളാണ്, ഡൈനിങ് ഹാളും എല്ലാം കൂടി. ഇത് സൗജൂത്താൻ്റെ കാറാണ്. സൗജൂത്താൻ്റെ മോള് കാറും എടുത്തിട്ട് പോകുന്ന. സൗജൂത്ത് കുറച്ച് കഴിഞ്ഞാലോ പോകും. ഓള് ഞങ്ങളെ കൂടെ പോകുന്നത്. ഇത് സൗജൂത്താൻ്റെ മോള് ഓളെ പുറക്കേക്ക് വീട്ടിലേക്ക് പോകുന്ന അടിപൊളി കാറാണ്. ഒറ്റക്ക് കാർ എടുത്ത് പോവാണ്. ഓട്ടോമാറ്റിക് ബലേരോ
ഇത് ഓട്ടോമാറ്റിക്കാ ഇതാ എപ്പി കാണിക്കാം നിങ്ങളെ വണ്ടി ഇത് കാണിച്ചു കൊടുക്കാൻ ഇല്ല അവർ കണ്ടിട്ടില്ലല്ലോ പോയില്ലേ ആരും ഇതില് നമ്മള് പോവാ എല്ലാരും ബൈ ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി മദ്രാസ് പോകുന്ന ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.